ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ വളരെ നല്ല സ്വാദോടെ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് ബ്രെഡും 2-3 ഉരുളക്കിഴങ്ങും പിന്നെ വളരെ കുറച്ച് സാധനങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് കുറച്ച് ബ്രെഡാണ്. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 7 സ്ലൈസ് ബ്രെഡാണ്. 7-8 എടുത്ത് നമുക്ക് റെഡിയാക്കി വെക്കാം. നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്ത് വരുമ്പോഴേ അറിയുള്ളൂ അത് എന്തുമാത്രം ബ്രെഡ് വേണ്ടി വരുമെന്ന്. എന്നിട്ട് 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും റെഡിയാക്കി വെച്ചിരുന്നു. അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണേ. പിന്നെ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെക്കണേ. അത് കളയണ്ട, നമുക്കത് പിന്നെ ബ്രെഡ് ക്രംസിനായിട്ട് യൂസ് ചെയ്യാമേ. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേറെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇച്ചിരി വലിയ പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് ഞാൻ ഒന്ന് പിച്ചി ഇട്ട് കൊടുക്കുവാണേ. നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെയൊന്ന് ഞെരടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ടങ്ങ് പൊടിഞ്ഞോളും. അല്ല, നിങ്ങൾക്ക് അതിന് മെനക്കെടാൻ വയ്യെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ആ ബ്രെഡിൻ്റെ പീസസിലേക്ക് ഞാൻ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന പൊട്ടറ്റോ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ഉള്ളി വളരെ പൊടിയായിട്ട് കൊത്തിയരിഞ്ഞതും, നല്ല വലുപ്പമുള്ള എരിവുള്ള ഒരു പച്ചമുളക് വളരെ പൊടിയായിട്ട് അരിഞ്ഞതും, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പും, 1 ടീസ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 2 പിടി മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ആ പൊട്ടറ്റോയുടെ ആ നനവിൽ തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പം നമ്മുടെ ആ കൂട്ടെല്ലാം എല്ലായിടത്തും ഒരുപോലെ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 കൈയിലും ഇച്ചിരി ഒന്ന് എണ്ണ തടവുകയാണ്. പിന്നെ ഓരോ ചെറിയ ഉരുള എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. ഒരു വടയുടെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കുമല്ലോ അതുപോലെ കൊടുക്കാം. പക്ഷേ കാണാൻ കുറച്ചുകൂടെ ക്യൂട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. ഞാൻ 7 പീസ് ബ്രെഡിൻ്റെ സൈഡ് എല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിരുന്നെങ്കിലും ആദ്യം കുറച്ച് മാറ്റി വെച്ചിരുന്നു, കൂടുതലായാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഏറ്റവും അവസാനം ഞാൻ ആ മാറ്റി വെച്ചിരുന്നും കൂടെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നോർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തായിരുന്നേ. അപ്പം 7 പീസ് ബ്രെഡും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുക്കാനായിട്ട് നമുക്ക് 1 മുട്ടയുടെയോ അല്ലെങ്കിൽ 2 മുട്ട, ശരിക്കും 2 മുട്ടയുടെ വെള്ളയുടെ ആവശ്യമില്ല, 1 മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അത് ധാരാളം മതിയാവുമേ. അതിൽ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തിട്ട് നമ്മൾ ആ സൈഡ് മുറിച്ച് മാറ്റി വെച്ചല്ലോ അതെല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റ് ആവത്തുമില്ല. അതിനകത്തും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇത് പൊട്ടിപ്പോകുമോ എന്ന് പേടിയുണ്ടെന്നുണ്ടെങ്കിൽ വറക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും കൂടെ ഈ ബ്രെഡിൽ മാത്രം ഒന്ന് മുക്കിയെടുക്കുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാം നമ്മൾ മുട്ടയുടെ വെള്ളയിലും റൊട്ടിപ്പിടിയിലും ഒക്കെ മുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കട്ടിയുള്ളൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാമേ. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. എന്ത് ഫ്രൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെളിച്ചെണ്ണ തന്നെ വറുത്തെടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണം ഈ സ്നാക്ക് സൂക്ഷിച്ച് പൊട്ടിപ്പോവാതെ ഇട്ട് കൊടുക്കാനായിട്ട്. ആ ഇട്ട് കൊടുക്കുന്ന സൈഡ് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. കാരണം നല്ല ചൂടിലല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്. സ്നാക്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ആ ഇട്ട് കൊടുത്ത ഭാഗത്ത് ഒരിച്ചിരുന്ന് മൂത്ത് കഴിയുമ്പോഴേ പെരുക്ക് സ്പാച്ചുല കൊണ്ട് പൊട്ടിപ്പോകാതെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കാവുള്ളേ. ഇപ്പം നമ്മുടെ സ്നാക്ക് എല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. വറുത്ത് വന്നപ്പോഴേ പകുതി ആവശ്യക്കാരെടുത്തുകൊണ്ട് പോയി കേട്ടോ. അപ്പം നിങ്ങൾ ഇതൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്